എൻ്റെ കൂടെയുള്ളത് രഞ്ജു ചേട്ടനാണ്. രഞ്ജു ചേട്ടൻ ഇങ്ങനെ കിടക്കേണ്ട ഒരാളല്ല. വിദേശത്ത് വളരെ നല്ലൊരു ജോലി നോക്കിയിരുന്ന ആളാണ്. എന്നാൽ സൗഹൃദത്തിന് വിലകൽപ്പിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് കരൾ പകുത്തു നിൽക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വന്നതാണ്. ഈ ഒരു പുണ്യകർമ്മത്തിന് വേദിയായത് എറണാകുളത്തെ ലേഷോർ ഹോസ്പിറ്റലാണ്. എന്നാൽ സൗഹൃദത്തിന് വിലകൽപ്പിക്കാത്ത രഞ്ജു ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ കുടുംബവും ഇദ്ദേഹത്തെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഓപ്പറേഷന് ശേഷമുള്ള അനാസ്ഥ മൂലം ഒരു സ്റ്റോക്കിലൂടെ കിടപ്പിലായ രഞ്ജു ചേട്ടൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കുടുംബമോ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ വളരെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രഞ്ജു ചേട്ടന് കഷ്ടപ്പാടുകൾക്കിടയിലൂടെയാണ് പോകുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രഞ്ജു ചേട്ടൻ്റെ സഹോദരിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് റെജി. എൻ്റെ സഹോദരനാണ്. ഞാൻ ഏറ്റവും ഇളയ സഹോദരിയാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഒരു മൂത്ത സഹോദരി ഉണ്ട്. 2020 സുഹൃത്തിൻ്റെ പിതാവിന് കരൾ പകുത്തു നൽകിയപ്പോൾ ആ ശസ്ത്രക്രിയക്കിടയിൽ ഉള്ള കോംപ്ലിക്കേഷൻ നിമിത്തം സ്ട്രോക്ക് വരാനുണ്ടായത്, സ്പൈനൽ സ്ട്രോക്ക്. 2020. അതെ, 2020. ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. സർജറി സമയത്തുള്ള പിഴവ് തന്നെയാണ്. അതെ അതെ. സുഹൃത്തിന്റെ പിതാവിന്. ഇവിടെ കൊച്ചി തന്നെ ഉള്ളതാണ്. അതെ അതെ. ഇല്ല ഇല്ല, ഒന്നും വന്നിട്ടില്ല. അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും കിട്ടിയില്ല. അവരിവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അതെ. ഇല്ല, ഒന്നും വാങ്ങിയിട്ടില്ല. ഇപ്പോൾ അവന് സർജറി ചെയ്ത സമയത്ത് ആ കോംപ്ലിക്കേഷൻ ഉണ്ടായി, സ്പൈനൽ സ്ട്രോക്ക് വന്നെങ്കിൽ സംസാരിക്കുമായിരുന്നു, ആള് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഇതുപോലെ ഒരു പനി വന്ന്, ഒരാഴ്ച പനി വന്ന്, അങ്ങനെ ന്യൂമോണിയ വരുന്നു. അത് ബ്രെയിനിനെ ബാധിച്ചിട്ട് സംസാരശേഷിയും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതും പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് തളർന്നത്. സ്ട്രോക്ക് വന്നെങ്കിലും ആദ്യത്തെ സ്ട്രോക്ക് വന്നെങ്കിലും അവൻ ആദ്യം റിക്കവറായി പതിയെ നടത്തിച്ചൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ആളാകെ തളർന്നു പോവുകയും ഞങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. സംസാരിക്കാനും പറ്റാത്തൊരു സ്റ്റേജാണ്. സംസാരിക്കാനുള്ള കഴിവില്ല ഇപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതെ അതെ, മാനസികമായിട്ട് ആൾ ഒരുപാട് തളർന്നിരിക്കുകയാണ്. ആ ഒരു സംസാരിക്കുന്ന ശേഷിയും കൂടെ പോയ ശേഷം ഭക്ഷണം കഴിക്കാനായിരുന്നു. ഒരു വർഷമായി ഭക്ഷണം കഴിച്ചിട്ടോ എന്തെങ്കിലും സംസാരിച്ചിട്ടോ. ഡോക്ടേഴ്സ് ലാസ്റ്റ് മെഡിസിറ്റിനാണ് ചികിത്സ. അപ്പോൾ എൻഡോസ്കോപ്പി ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം വിഴുങ്ങാറായോ എന്നുള്ള നോക്കാനായിട്ട്. റിക്കവറി ആവും, പക്ഷെ സമയം എടുക്കും. അതെ, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ട്യൂബ് വഴി ഭക്ഷണമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പൊടിയാണ് നിലയിൽ കൊടുക്കുന്നത്. അതിന് തന്നെ ഒരു 1600 രൂപ ഒരു ടീൻ പൗഡറിന്. അത് ഒരു ദിവസത്തേക്ക് വരുള്ളൂ. പിന്നെ മെഡിസിൻ, അണ്ടർപാഡ്, ഡയപ്പർ, പിന്നെ സക്ഷൻ ചെയ്യാൻ നഴ്സ് വരുന്നുണ്ട്, ഡോക്ടർ. പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്ന ആൾക്ക് അടിക്കടി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ചെസ്റ്റ് ഇൻഫെക്ഷന്. സലൈവ വിഴുങ്ങിയിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നേരെ സലൈവ വിഴുങ്ങുമ്പോൾ നേരെ ശ്വാസകോശത്തിലോട്ടാണ് പോകുന്നത്, ലങ്സിലോട്ടാണ് ഇറങ്ങുന്നത് ആൾക്ക്. അപ്പോൾ അടിക്കടി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ. ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തില്ല, പിന്നെ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിന്നെ ചെയ്തു തന്നു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. ലേക്ക് ഷോർ, VPS ലേക്ക് ഷോർ. അതെ അതെ, സർജറി സമയത്തെ പിഴവ് കൊണ്ടാണ്. ഇല്ല, ഒരു സഹായം ചെയ്തില്ല. ലീഗിലേക്ക് ലീഗലി മുന്നോട്ട് പോയായിരുന്നു. അതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി അടുത്ത ഓരോരോ സ്റ്റേജിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നു. അതെ അതെ അതെ. ഇല്ല, അവരംഗീകരിച്ചില്ല. അതെ അല്ലേ, ട്രാൻസ്പ്ലാന്റ് സർജനാണ്.
ഏകദേശം 2 മാസത്തോളം ഉണ്ടായിരുന്നു. എന്താണ് ഉണ്ടായിരുന്നു. 2 മാസത്തോളം admit ചെയ്തു. ആ അതെ operation കഴിച്ചു. അതെ എന്നിട്ടാണോ വീട്ടിലേക്ക് shift ആ ചെയ്തത്? പിന്നെ വേറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചായിരുന്നു, ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ. ട്രീറ്റ്മെന്റിനുള്ള ചെലവ് വഹിച്ചതാരാണ്? നമ്മൾ തന്നെയാണോ അതോ ആ ഫ്രണ്ടിന്റെ വീട്ടുകാരാണോ? നമ്മൾ തന്നെയാണ്. അവരായിരുന്നു സഹിച്ചത്? അതെ അതെ. ഓപ്പറേഷൻ അവർ കഴിച്ചില്ല, ഓപ്പറേഷൻ ശേഷം ഒരു സഹായം ഇല്ല നടത്തിയിട്ടില്ല. ഇല്ല.